ഗാസയിലെ പട്ടിണി പ്രദേശങ്ങളിലേക്ക് സഹായവുമായി എത്തിയ ട്രക്കുകൾക്ക് നേരെ പലസ്തീനിലെ ഇസ്രയേലി കുടിയേറ്റക്കാരുടെ ആക്രമണം. ജോർദാൻ സഹായ സംഘത്തിന് നേരെ തിങ്കളാഴ്ചയാണ് ഇസ്രയേലി കുടിയേറ്റക്കാർ ആക്രമണം അഴിച്ചുവിട്ടത്. ഗാസയിലേക്ക് സഹായവുമായി എത്തിയ ട്രക്കുകളെ ഇസ്രയേലി കുടിയേറ്റക്കാർ തടഞ്ഞുവെച്ച് പരിശോധിച്ചെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹൈബ്രോണിക് സമീപമുള്ള തുക്കുമിയ, കിരിയത് അർബ മേഖലകളിലെ ചെക്ക് പോസ്റ്റുകളിൽ സഹായവുമായി എത്തിയ ട്രക്കുകൾ ഇവർ തടഞ്ഞുവെക്കുകയും വാഹനത്തിലുണ്ടായിരുന്നവരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ പതാകയുമായി എത്തിയ സംഘം ട്രക്കുകളിൽ കയറി അതിലെ സാധനങ്ങൾ വലിച്ചു പുറത്തേക്കിടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുമുണ്ട്. ഇവർ പിന്നീട് ട്രക്കുകൾക്ക് തീയിട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ഗാസയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധത്തിനിടയിൽ കടുത്ത പട്ടിണിയാണ് അഭിമുഖീകരിക്കുന്നതിനിടയിലാണ് ഇസ്രയേലി കുടിയേറ്റക്കാരുടെ ഈ കൊടും ക്രൂരത. ഇതാദ്യമായല്ല ഗാസയിലേക്ക് എത്തിയ സഹായ ട്രക്കുകളെ കുടിയേറ്റക്കാർ ആക്രമിക്കുന്നത്. ഗാസയിലേക്ക് സഹായമെത്തുന്നത് തടയാൻ കഴിഞ്ഞ മാസവും ഇവർ സമാനമായ ആക്രമണം നടത്തിയിരുന്നു. വടക്കൻ ഗാസ കടുത്ത ഭക്ഷ്യക്ഷാമമാണ് നേരിടുന്നതെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗാസയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത് തടയാൻ സഹായ വിതരണം വർദ്ധിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ നേരത്തെ മുന്നറിയിപ്പും നൽകിയതാണ്. അതിനിടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് അപലപിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ഗുട്ടറസ് ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഗാസയിൽ ഇതുവരെ 190-ലധികം UN ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഗുട്ടറസ് എക്സിൽ കുറിച്ചു. ഗാസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും UN സെക്രട്ടറി ജനറൽ എക്സിൽ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത്. യുദ്ധം ഇരു രാഷ്ട്രങ്ങളുടെയും നയതന്ത്ര പ്രശ്നമാണ്. അത് അവർ തന്നെ ചർച്ച ചെയ്ത് രമ്യതയിലെത്തണം. എന്നാൽ യുദ്ധത്തിന്റെ പേരിൽ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർ അത്യാഹിതം സംഭവിക്കാതിരിക്കാൻ ഇരുഭാഗവും ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും ഇന്ത്യ പ്രതികരിക്കുകയുണ്ടായി. UN ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് സെക്രട്ടറി ജനറലിന്റെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹക്ക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര സ്റ്റാഫാണ്. വാസ്തവത്തിൽ ഇത് ആദ്യത്തെ അന്താരാഷ്ട്ര UN അപകടവുമാണ്. ഗാസയിലെ വേൾഡ് സെന്റർ കിച്ചണിലെ ജീവനക്കാർ ഉൾപ്പെട്ട അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും UN-ലെ അന്താരാഷ്ട്ര ജീവനക്കാരൻ കൊല്ലപ്പെടുന്നത് ആദ്യമായിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ ഇസ്രയേലി സൈന്യമായ IDF-ന്റെ ആക്രമണത്തിൽ ഗാസയിൽ വേൾഡ് സെന്റർ കിച്ചണിലെ 7 അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. 2023 ഒക്ടോബർ 7-നും 2024 മെയ് 12-നുമിടയിൽ ഗാസയിൽ 30,091 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 78,827 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി UN ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും പറയുന്നു. അതിനിടെ കഴിഞ്ഞയാഴ്ച റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തതോടെ കനത്ത പട്ടിണിയാണ് ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് റിപ്പോർട്ട്. കരയാക്രമണം ആരംഭിച്ചതോടെ റഫയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ കുടിയൊഴിക്കപ്പെട്ടെന്നും ഈ മേഖലകളിൽ ഇനി ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണസാധനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. മെയ് 6-ന് റഫയുടെ നിയന്ത്രണം ഇസ്രയേൽ പൂർണ്ണമായി ഏറ്റെടുത്തതോടെ ഗാസയിലേക്ക് സഹായമെത്തുന്നത് നിലച്ചെന്നും ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി വക്താവ് ജൂലിയറ്റ് ടൂമ പറഞ്ഞു. മെയ് 6-ന് ശേഷം ഭക്ഷണങ്ങളുമായി വെറും 6 ട്രക്കുകൾ മാത്രമാണ് ഗാസയിലേക്ക് പ്രവേശിച്ചത്. ഇത് ഭക്ഷ്യസാധനങ്ങൾ കുറയുന്നതിനും വില കുതിച്ചുയരുന്നതിനും കാരണമായിട്ടുമുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഗാസയെ എത്തിക്കുക. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.